എല്ലാവർക്കും പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വ്ളോഗ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഷോർട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഫുൾ വ്ളോഗായിട്ട് ഇടുന്നില്ലെങ്കിലും ഞാൻ വിചാരിച്ചു എല്ലാ ദിവസത്തെ എപ്പിസോഡുകളും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പെട്ടെന്ന് അതിനെക്കുറിച്ച് കണ്ടു തീർക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു 3, 4, 5 അല്ല ഒരു മാക്സിമം 5 മിനിറ്റ്സ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എവറി ഡേ എല്ലാ എപ്പിസോഡിനെ കുറിച്ച് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. സോ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഫസ്റ്റ് ഡേ ആണെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്തോ കുറെ കണ്ടസ്റ്റൻസ് വന്നു, പുതിയ കണ്ടസ്റ്റൻസ്. ഏകദേശം 20 കണ്ടസ്റ്റൻസ് ഇന്ന് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാലാണ് അനീഷ്, ഒരു റൈറ്ററാണ്. അതാണ് ഫസ്റ്റ് കണ്ടസ്റ്റന്റ് വന്നത്. ആദ്യം തന്നെ വന്ന് വീട്ടിലോട്ട് കയറിയ ആളാണ്. അതിൻ്റെ കോമണർ ആയിരുന്നു അനീഷ്. പിന്നെ സെക്കൻഡ് അനുമോൾ, സീരിയൽ ആക്ട്രസ് ആണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ആളാണ്. നമ്മൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. സീരിയലിലും സിനിമയിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സീരിയലിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അനുമോളാണ്. തേർഡാണ് ഒരു ആര്യൻ കത്തൂരിയ എന്ന് പറഞ്ഞിട്ട്, ഒരു ഹിന്ദി, ഒരു നോർത്ത് ഇന്ത്യൻ ആണ്, ബട്ട് ലിവിങ് ഇൻ കൊച്ചിൻ. അതുകൊണ്ട് മലയാളം നല്ലതായിട്ട് അറിയാം. ആൻഡ് കുറച്ച് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഫെമിലിയർ ഫേസ് ആണ്, ചില മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, വടക്കൻ എന്നൊക്കെയുള്ള മൂവിയിലുണ്ട്. പിന്നെ ഫോർത്ത് ആളാണ് കലാഭവൻ സരിക. പുള്ളിക്കാരി ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. നമ്മൾ അവരെ കണ്ടിട്ടുണ്ട് പലതവണയും. പിന്നെ ഫിഫ്ത്താണ് അക്ബർ ഖാൻ, സിംഗറാണ്. മൈലാഞ്ചി എന്നുള്ള ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ പാടി ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടൊക്കെ വന്നതാണ്. പിന്നെ ഏഷ്യാൻ്റെ എനിക്കൊന്ന് ശാസങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. അക്ബറാണ്. പിന്നെ സിക്സ്ത് കണ്ടസ്റ്റന്റ് ഈസ് RJ ബിൻസി. പുള്ളിക്കാരി ഒരു RJയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്. പിന്നെ സെവൻത് ആണ് ഒനിൽ സാബു. ഒരു അഡ്വക്കേറ്റ് ആണ്, ഷെഫാണ്, പിന്നെ ട്രാവലറാണ്. പിന്നെ ക്യുലിനറി ആന്ത്രോപോളജി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞു. ഫോർട്ട് കൊച്ചി ബോയ്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, FC ബോയ്സ് ഒക്കെ. അതാണ് ഏഴാമത്തെ ആൾ. എട്ടാമത്തെ ആണ് ബിനി നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിലെ മെയിൻ ലീഡായിരുന്നു. പുള്ളിക്കാരി MBBS ചെയ്ത ആളാന്ന് പറയുന്നത് ചൈനയെന്ന്. സോ ബിനിയാണ് 8th കണ്ടസ്റ്റന്റ്. 9th എന്ന് പറഞ്ഞാൽ അഭിലാഷാണ്. പുള്ളി ഒരു സീരിയൽ ആക്ടർ കം ഇൻഫ്ലുവൻസർ ആണ്, നമ്മൾ പലവണ കണ്ടിട്ടുള്ള ആളാണ്. ആൻഡ് 10th ഈസ് റെന ഫാത്തിമയും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഒരു കൊച്ചുകുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആൻഡ് 11th ഈസ് രഞ്ജിത്ത്. പുള്ളിക്കാരൻ ഒരു സീരിയൽ ആക്ടറാണ്. ആദ്യം വന്നത് നമ്മുടെ മുൻഷി എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ഏഷ്യാനിൽ, അതിലാണ് വന്നത്. പിന്നെ 12th ജിസൽ ഠക്കുറാൽ ബിഗ് ബോസ് ഹിന്ദിയിൽ വന്നിട്ടുള്ള ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ആ സീരീസ് ഓഫ് ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്കാരി ഒരു മോഡലാണ്, പ്ലസ് മലയാളിയുമാണ്. അമ്മ മലയാളിയും അച്ഛൻ പഞ്ചാബിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ജിസൽ ഠക്കുറാൽ എന്ന് പേരുള്ളത്. 13th സരിക്ക നമ്മുടെ ഹോട്ട് സീറ്റ് എന്നൊക്കെ യൂട്യൂബിൽ ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണ്, സെലിബ്രിറ്റി ഇൻ്റർവ്യൂവർ ആണ്. പിന്നെ 14th ആയിട്ട് വന്നത് ഷാനവാസ്. നമ്മുടെ കുങ്കുമപ്പൂ സീരിയൽ ആദ്യമായിട്ട് രുദ്രനായിട്ട് വന്ന ക്യാരക്ടറാണ് ഷാനവാസ്. 15th നെവിൻ എന്ന് പറഞ്ഞൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ് വന്നത്. 16th ആദില ആൻഡ് നൂറ, ഒരു ലെസ്ബിയൻ കപ്പിൾ. അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പിന്നെ അവർ IT പ്രൊഫഷണൽസും കൂടെ ആണ്. സോ അവരാണ് 16th ആൻഡ് 17th എന്നും കൂടെ വേണമെങ്കിൽ പറയാം. പിന്നെ 18th ആയിട്ട് വന്നത് ശൈത്യ സന്തോഷ്, റാന്നിക്കാരിയാണ്, പത്തനംതിട്ടക്കാരിയാണ്, എൻ്റെ ജില്ലക്കാരിയാണ്. ആൻഡ് ഷീസ് അഡ്വക്കേറ്റ് ആൻഡ് ഡാൻസറുമാണ്. പിന്നെ ടെലിവിഷൻ ആൻഡ് സിനിമയിലും ഒക്കെ ഉണ്ട്. പിന്നെ 19th ഈസ് രേണു സുധി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് രേണു സുധി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ് രേണു സുധി. ആൻഡ് 20th ആളാണ് അപ്പാനി ശരത്. നമ്മുടെ അങ്കമാലി ഡയറീസിൽ നിന്നാണ് പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ആയത്. ആൻഡ് നമ്മുടെ മോഹൻലാലിന്റെ വെളിപാടിന്റെ പുസ്തകം എന്നുള്ള സിനിമയിൽ അടിപൊളി ഒരു ഡാൻസ് ഒക്കെ അഭിനയിച്ച ഒരാളാണ് അപ്പാനി ശരത്. അപ്പോൾ ഇത്രയും കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്ന 20 കണ്ടസ്റ്റൻസ്. ആൻഡ് ഇന്ന് തന്നെ എപ്പിസോഡിൽ കുറച്ച് ഏടിന്റെ പണി എന്നൊക്കെ പറഞ്ഞ് കുറെ ചെറിയ ചെറിയ പണികളൊക്കെ കൊടുത്തു തുടങ്ങി. ആദ്യം തന്നെ വരുന്നതിന് മുന്നേ അവരെ എല്ലാവരെയും കൊണ്ട് കുറെ ടാസ്ക് ഏൽപ്പിച്ചു. അപ്പോൾ ആ ടാസ്കിൽ ഫസ്റ്റ് 3 വന്നവർക്ക് മാത്രമേ അവരുടെ സൂട്ട് കേസസും തുണികളൊക്കെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇനി ബാക്കി നാളത്തെ എപ്പിസോഡിൽ കാണാം ആർക്കൊക്കെ തുണി കിട്ടും, ആർക്കൊക്കെ അവരുടെ തുണി കിട്ടത്തില്ല എന്നുള്ളത്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വെരി ഷോർട്ട് റിവ്യൂ. ഇതുപോലെ തന്നെ ഞാൻ എന്നും ഒരു ഷോർട്ട് റിവ്യൂ, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇരുന്നായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ഫ്രം പേർഷ്യൻ മലയാളി.